കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് പറവൂരിൽ ആവേശോജ്വല സ്വീകരണം നൽകി. പറവൂരിലെത്തിയ ജാഥയ്ക്ക് സംഘാടക സമിതി ചെയർമാൻ TV നിതിൻ, ജനറൽ കൺവീനർ ഡിവിൻ കെ ദിനകരൻ എന്നിവർ ചേർന്ന് പഴയ മുനിസിപ്പൽ പാർക്കിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. മുത്തുകുടയേന്തിയ വനിതകൾ, വാദ്യമേളങ്ങൾ, കാവടിയാട്ടം, ചവിട്ടുനാടകം എന്നിവയുടെ അകമ്പടിയോടെ ജാഥ സ്വീകരണ സമ്മേളന വേദിയിലെത്തി. ആരോഗ്യകേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാധാരണക്കാരനൊക്കെ പലപ്പോഴും സ്വകാര്യ മേഖല മാത്രം ആശ്രയിക്കുകയും ചെയ്ത സേവനത്തിന്റെ പ്രകീർത്തനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുകയും വീണ്ടും നമുക്ക് ഒരു തുടർമണി വേദിയിലുള്ള ചുമതല ഉണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സമ്മേളനത്തിൽ TV നിതിൻ അധ്യക്ഷനായി. അതിന് നന്ദി സൂചകമായി സർക്കാരിന്റെ ഭാഗം കൂടിയായിട്ടുള്ള ഈ ജാഥയിലെ സ്ഥിരാംഗങ്ങൾ എല്ലാവരും തന്നെ ചേർന്നമംഗലത്തെ നെയ്ത്തുകാർ നെയ്ത കൈത്തറി മുണ്ടും ടീച്ചർക്ക് കൈത്തറി സാരി നൽകിക്കൊണ്ടാണ് ഈ നന്ദി തിരിച്ച് സ്വീകരണം എന്നുള്ള രീതിയിൽ ഈ പറവൂരിലെ LDF-ന്റെ മണ്ഡല കമ്മിറ്റി നൽകുന്നത്. എല്ലാവരും ജാഥാങ്ങളോട് എത്തിക്കഴിഞ്ഞിട്ടില്ല, എല്ലാവർക്കുള്ള കൈത്തറി വസ്ത്രങ്ങൾ നമ്മൾ കരുതിയിട്ടുണ്ട്. ജാഥ അംഗങ്ങളായ ശൈലജ ടീച്ചർ, കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയുടെ നയിക്കുന്ന മധ്യ കേരള ജാഥയിലാണ് ഞങ്ങളെല്ലാം അംഗങ്ങളായിട്ടുള്ളത്. ഈ ജാഥയുടെ പര്യടനം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ആരംഭിച്ച് കോട്ടയം, ഇടുക്കി ജില്ലകളെല്ലാം പിന്നിട്ട് എറണാകുളം ജില്ലയിലേക്ക് ഇന്നലെ പ്രവേശിച്ചു. 3 ജാഥകളാണ് കേരളത്തിലുടനീളം പര്യടനം നടത്തുന്നത്. MB ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള വടക്കൻ മേഖലാ ജാഥയും ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിലുള്ള തെക്കൻ മേഖലാ ജാഥയും പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജാഥാ കേന്ദ്രങ്ങളിലും 10,000-കണക്കിന് ആളുകൾ വലിയ ആവേശത്തോടു കൂടിയാണ് ജാഥയെ സ്വീകരിക്കാൻ വന്നു ചേരുന്നത്. നമ്മുടെ ജാഥയുടെ പേര് വികസന മുന്നേറ്റ ജാഥ എന്നതാണ്. കേരളത്തിന്റെ അഭൂതപൂർവമായ വികസനത്തിന് സാക്ഷ്യം വഹിച്ച 10 വർഷമാണ് ഇപ്പൊ പിന്നിട്ടത്. സാബു ജോർജ്, ഡിവിൻ കെ ദിനകരൻ ഒരു നിലപാട് സമീപകാലത്തെന്നും NDA-യുടെ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കാണിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അത് കോവിഡ് പേമാരിയുടെ കാലഘട്ടത്തിലാണെങ്കിലും പ്രളയത്തിന്റെ കാലഘട്ടത്തിലാണെങ്കിലും നമ്മുടെ നാട് വയനാട് ഉൾപ്പെടെയുള്ള ഉരുൾപൊട്ടലുകളുടെ കാലഘട്ടത്തിലാണെങ്കിലും കേരളത്തിന് അടിയന്തര സാഹചര്യങ്ങളിൽ അനുവദിക്കേണ്ട പണം പോലും നൽകാതെ കേരളത്തോട് വലിയ അവഗണനയാണ് കേന്ദ്ര ഗവൺമെന്റ് പുലർത്തിപ്പോരുന്നത് എന്നിവർ സംസാരിച്ചു. സ്വീകരണത്തിന് മറുപടി പറഞ്ഞ് ജോസ് കെ മാണി പ്രസംഗിച്ചു. ഞാൻ പലപ്പോഴും
ഈ പരിപാടികൾക്കൊക്കെ ഇതുപോലെ ദിവസങ്ങളായി ഓരോ ദിവസവും 5, 6 രാവിലെ 10 മണിക്കും 12 മണിക്കും 2 മണിക്കും 4 മണിക്കും 5 മണിക്കും 7 മണിക്കും 8 മണിക്കും ഒക്കെയുള്ള നിയമസഭ ഈ പറയുന്ന പോലെ ഇതുപോലുള്ള യോഗങ്ങളിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ വെറുതെ ഒരു യോഗം നടത്തുകയല്ല, അവിടെ എല്ലാവരുമായിട്ട് പ്രധാനപ്പെട്ട നമ്മുടെ കുടുംബശ്രീ ആയിരിക്കാം, ആശാവർക്കറായിരിക്കാം, കർമ്മസേനകളായിരിക്കാം, സാംസ്കാരിക നേതാക്കന്മാരായിരിക്കാം, പ്രൊഫഷണൽസ് ആയിരിക്കാം, അവരെല്ലാവരുമായിട്ട് ഒരു സംവാദം നടത്തി ഇനി എന്തു വേണം അടുത്ത 5 വർഷത്തേക്ക്, എന്താണ് നമുക്ക് വിട്ടുപോയത്, ഏതെങ്കിലും നടത്തിയത് എന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഇപ്പോഴുള്ള നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തേണ്ടതുണ്ടോ, ഇതെല്ലാം ചർച്ച ചെയ്താൽ വരുന്നത്. അതാണ് നമ്മൾ അടുത്ത 5 വർഷത്തേക്ക് പ്രകടനപത്രികയിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞങ്ങൾ എപ്പോഴും നമ്മുടെ പ്രവർത്തകരോടും അല്ലെങ്കിൽ സാധാരണക്കാരോട് ജനങ്ങളോട് ചോദിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത്രയും പദ്ധതി ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് ആശുപത്രിയുണ്ട്, നല്ല ബസ്സുണ്ട്, ട്രെയിനുണ്ട്, ഇതെല്ലാം ഉണ്ട്, നമുക്ക് നല്ല റോഡുണ്ട്, നല്ല കുടിവെള്ളമുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു പദ്ധതി ഏതായിരിക്കും? നമുക്കറിയാം, എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്രയും യോഗ്യതയും വികസനം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ വീട്ടുമുറ്റത്ത് എനിക്ക് വ്യക്തിപരമായി എനിക്കോ എന്റെ കുടുംബത്തിനോ എന്ത് സഹായമാണ് ഈ സർക്കാർ ചെയ്തത് എന്ന് എപ്പോഴും നമ്മൾ ഓരോരുത്തരും അറിയാതെ ചിന്തിച്ചു പോകും. ഏതെങ്കിലും ആനുകൂല്യമോ സഹായം കിട്ടിയെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കും. എന്തുവന്നാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരിടത്തും പെടാത്തവരാണെങ്കിലും എന്ന് മനസ്സിൽ ഓർത്തിരിക്കും. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അമ്മച്ചിമാരോടാണ് കൂടുതലും, അവരാണ് കുറച്ചുകൂടെ റിയാക്ട് ചെയ്ത് പറയുന്നത്, ഞങ്ങൾ ഇതെല്ലാം അനുഭവിച്ചു, പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷവും ഞങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരേ ഒരു പദ്ധതിയാണ്, അത് നമ്മുടെ ക്ഷേമ പെൻഷനാണ് എന്ന് അവര് പറയുകയുണ്ടായപ്പോൾ അത് എത്രയോ സന്തോഷം. CPI ജില്ലാ സെക്രട്ടറി S. സതീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK അഷ്റഫ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗം S. ശർമ്മ, ജോർജ് എടപ്പരുത്തി, AM ഇസ്മായിൽ, അനിൽ കാഞ്ഞിലി, മുഹമ്മദ് ആലു, KB അറുമുഖൻ, AMA ജലീൽ, TR ബോസ്, PP അജിത് കുമാർ, TS രാജൻ, MB സെമന്ദ്രഭദ്രൻ, NI പൗലോസ്, MN ശിവദാസൻ, ടോബി മാമ്പിള്ളി എന്നിവർ പങ്കെടുത്തു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.